ഇപ്പോൾ പി സി ജോർജ് ബി.ജെ.പി. നേതാവ് നമ്മോടൊപ്പം ഉണ്ട്. പി സി ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു, കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്നു സജി മഞ്ഞക്കടമ്പൻ. അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും UDF ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു. എന്താണ് കാരണം? മോൻസ് ജോസഫിനെതിരെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത് പി സി ജോർജ്? സജി മഞ്ഞക്കടമ്പൻ കഴിഞ്ഞ തവണ MLA ആകാൻ ആഗ്രഹിച്ച മനുഷ്യനാ. അപ്പൊ അവിടെ നടന്നില്ല. അത് കഴിഞ്ഞ് ഇത്തവണ പാർലമെന്റ് സീറ്റ് വേണമെന്നും പറഞ്ഞ് ജോസഫിന്റെ അടുത്ത് പുള്ളി വളരെ നിർബന്ധമായി പോയി പറഞ്ഞായിരുന്നു. അതും കിട്ടിയില്ല. അപ്പൊ ജോസഫിന്റെ അംഗീകാരം പുള്ളിക്കില്ലെന്നും ജോസഫ് ഒരു കാരണവശാലും മഞ്ഞക്കടമ്പനെ വളർത്തുകയെന്നും ബോധ്യമായതുകൊണ്ട് അതെല്ലാം കാരണം കോട്ടയം ജില്ലയിലെ ഒരു പ്രത്യേക MLA എന്നതിൽ തന്നെ നമ്മുടെ മോൻസ് ഉണ്ടല്ലോ. ആ നിലയ്ക്ക് ഒരു പ്രാമുഖ്യം തനിക്ക് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട മഞ്ഞക്കടമ്പൻ ജോസഫിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഭാഗമാണ് ഈ രാജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോസഫിന് പിരിഞ്ഞു പോയാൽ വേറെ എവിടെ ഓപ്ഷൻ ഉള്ളത്? കാരണം കേരളത്തിലാണ് ഓപ്ഷൻ ഇല്ലാത്ത. എവിടെ വേണം കയറ്റാമല്ലോ. അത് കേരളത്തിൽ ഓപ്ഷൻ ഒന്നും കുഴപ്പമില്ല എന്റെ നികേഷ്. അയാള് നല്ല പ്രവർത്തകനാണ്. നീ ഓടി നടക്കുന്നവനാ. അയാളെ മാന്യമായിട്ട് സ്വീകരിച്ചാൽ അയാള് വരട്ടെ, ആലോചിക്കാതെ. ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാ. അയാളോട് പറയാ ചർച്ചയ്ക്ക് തയ്യാറാണ്, നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞാൽ. ബന്ധപ്പെടുന്നുണ്ടോ ഇവരൊക്കെ ആയിട്ട്? ഞാൻ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഇലക്ഷൻ ബന്ധപ്പെട്ട് നമ്മുടെ പ്രമുഖ വ്യക്തികളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് 2 ദിവസമായിട്ട് എനിക്ക് അങ്ങോട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്താണ് കേന്ദ്രീകരിക്കുന്നത്, കോട്ടയം അല്ലേ പി സി ജോർജിന്റെ ഹോം ഡിസ്ട്രിക്ട്? ഞാൻ ഇന്ന് 5 മണിക്ക് ഞാൻ പന്തളത്ത്, കോട്ടയമല്ല, ഞാൻ പത്തനംതിട്ട പാർലമെന്റ് സീറ്റിലാണ് മത്സരിക്കേണ്ട ആളാണ്. നമ്മുടെ AK മകനാണ് അനിൽ ആന്റണി. അനിലിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഇന്ന് പന്തളത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ തന്നെയാണുള്ളത്. ഞാൻ വൈകുന്നേരം അവിടെ എത്തും. ഇതുവരെ BDJSന്റെ പ്രചരണത്തിന് കോട്ടയത്ത് പോയില്ല എന്നുള്ള പരാതിയുണ്ട്. എന്നെ വിളിക്കാതെ, ഞാൻ അങ്ങനെ വിളിക്കാതെ ചെല്ലുന്നവനല്ലല്ലോ. നികേഷ് പോവോ വിളിക്കാതെ ഉണ്ണാൻ? ചേടാ, ഇതുവരെ എന്നെ ഒരുത്തം വിളിച്ചിട്ടില്ല. വിളിച്ചു കഴിയുമ്പോൾ ആലോചിക്കാതെ. സജി മഞ്ഞക്കടമ്പന്റെ കാര്യത്തിൽ എന്താ ഇപ്പൊ ചെയ്യേണ്ടത് പറ? സജി മഞ്ഞക്കടം വരട്ടെ, കൊള്ളാം. BJP വെച്ച് ആലോചിക്കുന്നത് ഞാൻ BJP നേതൃത്വമായിട്ട് ചർച്ച ചെയ്യാം. മഞ്ഞക്കടം തയ്യാറാണെങ്കിൽ അറിയിക്കട്ടെ. അറിയിക്കാതെ ഇപ്പൊ അവരോട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, വിജില്ല ഉൾപ്പെടെ, അതുപോലെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെ ഉണ്ടാവും. ഇപ്പൊ ഇലക്ഷനല്ലേ, നീ ഇലക്ഷൻ കഴിയട്ടെ, ആലോചിക്കാം എന്നാണ് എന്റെ അഭിപ്രായം. പി സി ജോർജിന് ഇതുവരെ സ്ഥാനമാനമൊന്നും തന്നില്ലല്ലോ, അതുകൊണ്ട് പി സി ജോർജിനെ നേരിട്ട് ചോദിച്ച എന്റെ നികേഷെ പോലെ വിവരമുള്ള മനുഷ്യനെ മടയത്തരം പറയുന്നത്. ഞാൻ ഇതിന് ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുമല്ല തരുന്നത്. ഇപ്പൊ ഇലക്ഷനൊക്കെ ഒരു സാധനം വേണ്ട. സാധനം ഇല്ലെങ്കിലും എല്ലാ സാധനത്തേക്കാൾ വലിയ സാധനം തന്നെയാ മറ്റേ BJPയുടെ പ്രവർത്തകനോട് പെരുമാറുന്നത്. പിന്നെന്താ, ഒരു പ്രശ്നമില്ല. ധൈര്യമായിട്ട് പഠിക്കണ്ടേ? ധൈര്യമുണ്ട്. പി സി ജോർജാണ് സംസാരിച്ചത്.